കേരളത്തിൽ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ബിസിനസ് അവസരമാണ് ഇവിടെ പറയുന്നത്. ഒരു 1000 പേരെടുത്താൽ അതിൽ 1-2 ആളുകൾ മാത്രമേ ഈ ബിസിനസിനെ കുറിച്ച് കേട്ടുപോലും കാണുകയുള്ളൂ. എന്നാൽ വളരെ വലിയ ചാൻസ് ഉള്ള ഒരു ബിസിനസ് അവസരമാണ്. ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് അതിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം മറ്റൊന്നുമല്ല, ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽസിന് ഇല്ലെങ്കിൽ കോസ്മെറ്റിക്സിന് ഒക്കെ വേണ്ടിയാണ്. ഈ 3 ഇൻഡസ്ട്രിക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ ഉള്ള സാധനം തികയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ബിസിനസ് അല്പം സ്റ്റഡി ആവശ്യപ്പെടുന്ന ബിസിനസ്സാണ്, അല്പം ബജറ്റും കൂടുതൽ ഉള്ള ബിസിനസ്സാണ്. എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്, ആർക്കെങ്കിലും ക്ലിക്ക് ആയാൽ അവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഈ ബിസിനസ് നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ കേരളത്തിൽ ഇതിന്റെ റോ മെറ്റീരിയൽ വളരെയധികം ഉണ്ട്. കളക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം റോ മെറ്റീരിയൽ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 90% പാഴായി പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു റോ മെറ്റീരിയല്. അപ്പോൾ നമുക്ക് ബിസിനസ് ഐഡിയയിലേക്ക് തന്നെ കിടക്കാം. ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം നമുക്ക് വളരെ വലിയ സ്റ്റഡി ആവശ്യമാണ് ഓരോ കാര്യങ്ങളും പറയുന്നതിലേക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമന്റ് എന്തുമായിക്കൊള്ളട്ടെ സഭ്യമായ ഭാഷയിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് പപ്പൈൻ. പപ്പൈൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പപ്പൈൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നത് പപ്പായയിൽ നിന്നാണ്. നമ്മളുടെ കപ്പളങ്ങ, പപ്പായ എന്നൊക്കെ പറയുന്ന ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന അതേ സാധനത്തിൽ നിന്നാണ് ഈ പപ്പൈൻ ഉണ്ടാക്കുന്നത്. 2-3 രീതിയിൽ ഇതിന്റെ എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റും. ഒന്ന്, ആദ്യം മിൽക്കിൽ നിന്ന്, അതായത് പപ്പായയുടെ പുറത്ത് നമ്മളൊന്ന് കുത്തിക്കഴിഞ്ഞാൽ പാല് പോലെ ഒരു ദ്രാവകം ചാടി വരും. ആ ദ്രാവകത്തിൽ നിന്നുണ്ടാക്കുന്ന കാര്യം പറയാം. ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റ് ഒരു പൊടിയാണ്, പൗഡറാണ്. അത് നമുക്ക് ഏതാണ്ട് വെള്ള കളറിൽ ഇല്ലെങ്കിൽ ഒരു മങ്ങിയ കളറിലുള്ള ഒരു പൊടിയായിട്ടാണ് നമുക്ക് അത് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പപ്പായ കറയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതും സാധാരണഗതിയിൽ ആഹാരം, മരുന്ന്, സുഗന്ധദ്രവ്യങ്ങൾ, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇതും ആവശ്യമായിട്ട് വരുന്നത്. ഇതിന്റെ ആവശ്യകത ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിട്ടുന്നത് വളരെ കുറവുമാണ്. കൂടാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ ബിസിനസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ജസ്റ്റ് നോക്കാം. ചെറിയ കുറച്ച് മെഷീനറീസ് അത്യാവശ്യമായിട്ട് വരും. ഒന്ന്, ഹൈഡ്രോളിക് പ്രസ് വേണ്ടി വരും. പിന്നെ വൈബ്രേറ്റിംഗ് സീവ് എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്, അത് വേണ്ടി വരും. മെക്കാനിക്കൽ സ്പിറർ വേണ്ടി വരും. ഡ്രയർ വേണ്ടി വരും. ട്രേ ഡ്രയർ വേണ്ടി വരും. ബോയിലർ വേണ്ടി വരും. ബോൾ മില്ല് വേണ്ടി വരും. മിക്സിംഗ് ടാങ്ക് വേണ്ടി വരും. കൺസീലിംഗ് മെഷീൻ വേണ്ടി വരും പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടി വരുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഏതാണ്ട് വിളവ് എടുക്കുന്നതിന് മുമ്പുള്ള പപ്പായയാണ് ഉദ്ദേശിക്കുന്നത്. 4 മാസം പ്രായം എന്നാണ് പറയുന്നത്. 4 മാസം പ്രായമായ അല്ലെങ്കിൽ മൂപ്പായ പപ്പായ ശേഖരിച്ച് വൃത്തിയാക്കി അതിനെ വരയുകയാണ് ചെയ്യുന്നത്. വരയുമ്പോൾ അതിൽ നിന്ന്, ആ പപ്പായയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കറ, അതായത് പാല് രൂപത്തിലുള്ള കറ പാത്രങ്ങളിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അലുമിനിയം പാത്രം ഇല്ലെങ്കിൽ തടിയുടെ പാത്രങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുശേഷം അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്ത പപ്പായയുടെ ഈ കറ, അതിനകത്ത് പപ്പായയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം ഇതിനകത്തേക്ക് 0.5% പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ചേർത്ത് ശരിക്കും ഇളക്കി കൂട്ടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രോഡക്റ്റ്, ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനം ട്രേ ഡ്രയറിൽ വെച്ച് ഉണക്കിയതിനു ശേഷം ബോൾ മില്ലിൽ പൊടിച്ചെടുത്ത് വായു കടക്കാത്ത ടിന്നുകളിലാക്കി ആണ് സൂക്ഷിക്കുന്നത്. ഇത് ഒരു രീതിയാണ് പറഞ്ഞത്. ഇനി മറ്റൊരു രീതി കൂടിയുണ്ട്. അതിൽ പപ്പായ വിളഞ്ഞ പപ്പായ തന്നെയാണ് അതിനകത്ത് എടുക്കുന്നത്. അതിനുശേഷം അത് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള സീഡ്സ്, അതിനകത്തുള്ള പപ്പായയുടെ കുരുക്കൾ അതെല്ലാം എടുത്ത് മാറ്റിക്കളയുന്നു. ഈ കട്ട് ചെയ്ത പപ്പായ
വളരെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിനെ ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രൈൻഡും ക്രഷും ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിനെ പുറത്തോട്ടെടുക്കാൻ വളരെ എളുപ്പമാണ്. അതായത് പപ്പൈൻ എന്ന് പറയുന്ന എൻസൈമാണ് ഇതിനകത്തുള്ളത്. അത് പുറത്തോട്ടെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ ക്രഷ് ചെയ്ത അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൈൻഡ് ചെയ്ത പപ്പായ നമ്മൾ അതിന് സോൾവെന്റ് ഉണ്ട്. ഒന്നുകിൽ വെള്ളം ഇല്ലെങ്കിൽ വേറെ ബഫർ സൊല്യൂഷൻസ് വരുന്നുണ്ട്. അതിലിട്ട് നമ്മൾ അതിന്റെ എൻസൈം വേർതിരിച്ച് എടുക്കുകയാണ്. ഈ എൻസൈം വാട്ടറിൽ സോൾവബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്ട്രാക്ട് എടുക്കാൻ വളരെ ഈസിയാണ്. പിന്നെ അത് ഫിൽട്ടർ ചെയ്തു അതിനകത്തുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയുന്നു. അപ്പോൾ ഒരു ക്ലിയർ എൻസൈം സൊല്യൂഷൻ നമുക്ക് കിട്ടും. പിന്നെ ക്രൊമാറ്റോഗ്രഫി പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് ഈ എൻസൈമിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്യുവർ ആക്കുന്നു. അതിനകത്തെ ഇംപ്യൂരിറ്റീസ് എല്ലാം, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള പപ്പൈൻ ആക്കുന്നു. ഇതിന് ശേഷമാണ് ഡ്രൈ ചെയ്യുന്നത്. അതായത് ഡ്രയറിലിട്ട് ഇത് ഡ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ബോൾ മില്ലിട്ട് പൊടിച്ച് നമ്മൾ പൗഡറാക്കി മാറ്റുന്നു. അത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്യുന്നു. രണ്ട് രീതി പറഞ്ഞു. ഒന്ന് പപ്പായയുടെ കറ മാത്രം എടുക്കുന്നു, ഒന്ന് മുഴുവൻ പപ്പായയും എടുത്തുള്ള പരിപാടി. രണ്ട് കാര്യവും ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇനി ഈ പപ്പായ അല്ലെങ്കിൽ പപ്പൈന് എന്ത് മാർക്കറ്റ് വിലയുണ്ട് എന്ന് നോക്കാം. ക്വാളിറ്റി അനുസരിച്ച് കിലോയ്ക്ക് ഏകദേശം 500 മുതൽ 2000 രൂപ വരെ പെർ kg വിലയുള്ള സാധനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. എന്നാലും അത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം. ഇത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ദഹന പ്രക്രിയയ്ക്ക് പറ്റിയ ഒരു സാധനമാണ് ഇത്. പിന്നെ മീറ്റ്, അതായത് ഇറച്ചിയുടെ ഈ പ്രായമായ എന്താ പറയുക മൃഗങ്ങളെ കൊന്നു കഴിയുമ്പോൾ ഉള്ള ഇറച്ചിക്ക് കട്ടി കൂടുതലായിരിക്കും. അതൊന്നും കടിച്ചു പറിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെ ടെൻഡറൈസർ ചെയ്യാൻ ഈ പപ്പൈൻ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ പപ്പൈന്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ക്രീമുകള് ഒക്കെ അത് എന്താ ഇൻഫ്ലമേഷൻ ഇല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ക്രീമുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നല്ല മുറിവ് ഉണക്കാൻ പറ്റിയ സാധനമാണ്. അതുകൊണ്ട് തന്നെ മുറിവ് ഉണക്കാൻ വരുന്ന ഓയിൽമെന്റ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകളിലെല്ലാം തന്നെ പപ്പൈൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്മെറ്റിക്സിൽ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള കോസ്മെറ്റിക്സിലും ഇത് പ്രോപ്പർട്ടി ഒരു ഒഴിവാക്കാനാകാത്ത പ്രോപ്പർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഒന്ന് നമ്മളുടെ സ്കിന്നിനെ സ്മൂത്തറും ബ്രൈറ്ററും ഒക്കെ ആക്കാൻ വേണ്ടി ആണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡെഡ് സ്കിന്നിനെ, ഡെഡ് സെല്ല് അതിനെ ഉണർത്താൻ വേണ്ടിയും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ബിയർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബിയറിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ പപ്പൈൻ. അപ്പോൾ ഈ പപ്പൈന് വളരെ വലിയ മാർക്കറ്റാണ് ഉള്ളത്. ഞാൻ ഇത്രയും വിശദീകരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് എന്താ പറയുന്ന ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല. എന്നാൽ ആർക്കെങ്കിലും താല്പര്യം വന്നാൽ അവർ ഇതിന്റെ പിന്നാലെ പോയാൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തിയാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറി തന്നെ തുടങ്ങാൻ പറ്റും. അത് അത്യാവശ്യവുമാണ്. ഇങ്ങനൊരു ഫാക്ടറി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കുറിക്കുക. തെറ്റാണ് പറഞ്ഞതെങ്കിൽ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അത് വീഡിയോയിലൂടെ തന്നെ തിരുത്താനും ഞാൻ തയ്യാറാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.